ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല അടിപൊളി മുട്ടക്കറി റെഡിയാക്കിയാലോ. ഇതിനായിട്ട് ഞാൻ 2-3 സവാള എടുത്ത് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുവാണ്. ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ കട്ട് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ചട്ടി എടുക്കുക. ചട്ടിയിലോട്ട് നമുക്ക് ഒരു 1-2 സ്പൂൺ വെളിച്ചെണ്ണ ഓർ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി കടുകിട്ട് പൊട്ടിക്കുക. പിന്നെ ഒരു നുള്ള് ഉലുവ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കുക. സവാള ഒന്ന് നന്നായിട്ട് വഴണ്ട് വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള ഒന്ന് കളറൊക്കെ മാറി ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലോട്ട് ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് കുറച്ച് നേരം അടച്ച് കുക്ക് ചെയ്യാം. ഒരപ്പരുവം എല്ലാം വാടി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. സ്പൂണിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കൂട്ട് ചേർക്കാം. ഇതിനായിട്ട് ഞാൻ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നമ്മളത് വറുക്കുന്നില്ലല്ലോ. പിന്നെ 1.5 സ്പൂൺ മുളക് പൊടി, എരിവിനനുസരിച്ച് ചേർക്കാം. 2 സ്പൂൺ വേണമെങ്കിലും ചേർക്കാം. മുളക് പൊടി ചേർക്കുക. 1/2 സ്പൂൺ ഓർ 1/4 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. ഇനി ഇതിലോട്ട് കറി ഓർ ഗരം മസാല പൊടി, നമ്മൾ മസാല കൂട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിച്ച് വറുത്ത് വെച്ചിരിക്കുന്നതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം വറുത്തതാണ് കേട്ടോ. ഞാൻ വറുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് വറുക്കുന്ന വീഡിയോ കാണിക്കാത്തത്. ഇനി ഈ കൂട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. കുരുമുളക് കയ്യിലുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ കുരുമുളക് പൊടി ഇല്ല, അതാണ് ആഡ് ചെയ്യാത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് അടച്ച് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അടച്ച് വെച്ചു. നന്നായിട്ട് തിളച്ച് കറിയൊക്കെ ഒന്ന് വറ്റി നല്ല ഇതിലായിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കുക. നമുക്കിപ്പോൾ വേണമെങ്കിൽ ഇതിലോട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ കറിക്ക് ടേസ്റ്റും കൂടും. കുറച്ചും കൂടെ ഒരു ക്രീമി ആയിട്ടുള്ളൊരു കറിയായിട്ട് കിട്ടും. ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടില്ല. തേങ്ങാപ്പാൽ വേണം, ഇഷ്ടമുള്ളവർക്ക് ഒഴിക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയില ഓപ്ഷണലാണ്. ഇഷ്ടമുള്ളവർക്ക് ആഡ് ചെയ്യാം, ഇല്ലാത്തവർക്ക് ആഡ് ചെയ്യേണ്ട. ഞാനിവിടെ 2 മുട്ടയാണ് അവിച്ചത്. 2 മുട്ട ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മുട്ട ഒന്ന് ജസ്റ്റ് അതിൽ തിളച്ച് വരട്ടെ, അരപ്പ് പിടിച്ച് വരട്ടെ. മുട്ട വേണമെങ്കിൽ 2ആയിട്ട് കട്ട് ചെയ്തോ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാം. ഇഷ്ടം, ഓരോരുത്തരുടെ ഇഷ്ടം. നല്ല അടിപൊളി ഉള്ളിക്കറി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.